Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ പ്രണാമം. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മൾ ഇന്ന് 14-ാമത്തെ അധ്യായം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, അതാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ നമ്മൾ ഫസ്റ്റ് ഭാഗത്തോട്ട് കേൾക്കുകയാണല്ലോ ത്രിഗുണങ്ങളെ കുറിച്ച്. ഈ ത്രിഗുണങ്ങളാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ നമ്മൾ ഈ ത്രിഗുണങ്ങളെ കുറിച്ചാണ് ഇന്നൊരു അധ്യായമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, അതാണ് നമ്മുടെ അധ്യായത്തിന്റെ പേര്. ഇന്നത്തെ 14-ാമത്തെ അധ്യായം. 14-ാമത്തെ ദിവസമാണ് നമ്മുടെ ക്ലാസ്. 15 ദിവസമായി ഓറിയന്റേഷൻ അടക്കം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. അപ്പൊ നമ്മൾ ഇന്നലെ 13-ാമത്തെ അധ്യായത്തിൽ എന്തൊക്കെയാ പഠിച്ചത്? പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. അതിലെന്തൊക്കെ പഠിച്ചേ? വേഗം ഒന്ന് ഒടിച്ചു പറഞ്ഞ. നമ്മള് അർജുൻ എന്തൊക്കെ ചോദിച്ചു? ജ്ഞാനം എന്താണ്? ക്ഷേത്രം. ക്ഷേത്രം എന്താണ്? ക്ഷേത്രജ്ഞൻ ആരാണ്? പ്രകൃതി പുരുഷൻ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ ഇവയെ കുറിച്ച് അറിയണം ചോദിച്ചു. അർജുനൻ ചോദിച്ചു അല്ലെ? അപ്പൊ എന്താണ് ക്ഷേത്രം? ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നവൻ ക്ഷേത്രജ്ഞൻ. ആരൊക്കെയാണ് ക്ഷേത്രജ്ഞന്മാര്? ജീവാത്മാവും ക്ഷേത്രജ്ഞനാണ്, പരമാത്മാവും ക്ഷേത്രജ്ഞനാണ്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജീവാത്മാവിന് താനിരിക്കുന്ന ശരീരത്തെ കുറിച്ച് ഭയങ്കര സന്തോഷം. എല്ലാവരും കേൾക്കുന്നുണ്ട്, പഠിച്ചു എന്നുള്ള മനസ്സിലായി. ഹരേ കൃഷ്ണ. അപ്പൊ പരമാത്മാവിന് എല്ലാവരുടെ ശരീരത്തെ കുറിച്ച് അറിയാൻ സാധിക്കും. പിന്നെ ജ്ഞാനം എന്താണെന്ന് കണ്ടു. കുറെ കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞില്ലേ, അതൊക്കെ ജ്ഞാനമാണ്, അത് ഇല്ലാത്തൊക്കെ അജ്ഞാനമാണെന്ന് പറഞ്ഞു. ശരീരത്തിന്റെ 24 ഘടകങ്ങൾ കണ്ടു. എന്തൊക്കെയായിരുന്നു? പഞ്ചമഹാഭൂതങ്ങൾ, ബുദ്ധി, മനസ്സ് അല്ലെ? അപ്പൊ കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, ഇന്ദ്രിയ വിഷയങ്ങള്, പഞ്ചമഹാഭൂതങ്ങള്, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള്. പിന്നെ ലാസ്റ്റ് ഭാഗത്തിൽ ഭഗവാൻ എന്ത് പറഞ്ഞു? ഒരു കാര്യം കൂടി പറഞ്ഞു.
ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന പ്രക്രിയ എന്താണെന്ന് അറിയുന്നവർക്കാണ് പരമപദം പ്രാപിക്കാൻ സാധിക്കുന്നത് അല്ലെ. ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ജീവാത്മാവ് ശരിക്കും എങ്ങനെയാണ്? പരിശുദ്ധനാണ്. ജീവാത്മാവും സച്ചിദാനന്ദനാണ്. സത്യചിത്ത് ആനന്ദം തന്നെയാണ് ആര്? ജീവാത്മാവ്. പക്ഷേ ഈ ജീവാത്മാവിന്റെ ഒരു പ്രോബ്ലം എന്താണ്? ഭഗവാനാണെങ്കിൽ ത്രിഗുണങ്ങളുടെ യജമാനനാണ് ഭഗവാൻ. പക്ഷെ ഒരിക്കലും ഭഗവാൻ എങ്ങനെയല്ല? ത്രിഗുണങ്ങളുടെ ബന്ധനത്തിലല്ല, ത്രിഗുണങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. പക്ഷെ ഈ ജീവാത്മാവിന്റെ പ്രോബ്ലം, ഈ ജീവാത്മാവ് പരിശുദ്ധനാണ്. പക്ഷെ ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വരുമ്പോ ഈ പ്രകൃതിയുടെ സ്വഭാവം, അതാണ് ഈ 3 ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങള് ആരെ സ്വാധീനിക്കും? ഈ ജീവാത്മാവിനെ സ്വാധീനിക്കും. അപ്പൊ ഈ ജീവാത്മാവിന്റെ സ്വഭാവം എന്തായിട്ട് മാറും? ഈ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലായിട്ട് മാറും. അതായത് വെള്ളത്തിൽ കളർ കലക്കിയാല് ആ വെള്ളത്തിന്റെ കളർ എന്തായി? ആ കളറായിട്ട് മാറി അല്ലേ? അതേപോലെ തന്നെ അപ്പൊ ജീവാത്മാവിന്റെ സ്വഭാവം ആ പ്രകൃതിയുടെ ഗുണങ്ങൾ, ഏത് ഗുണമാണോ ആ ജീവാത്മാവിനെ സ്വാധീനിക്കുന്നത് അതനുസരിച്ചാണ് പിന്നെ ജീവാത്മാവിന്റെ സ്വഭാവം വരുന്നത്. അതനുസരിച്ചാണ് ഈ ജീവാത്മാവിന്റെ പ്രവൃത്തി വരുന്നത്. അപ്പൊ നമ്മളിൽ സത്വഗുണം നമ്മളെ സ്വാധീനിച്ച നമ്മുടെ പ്രവൃത്തികള് ആ സത്വഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ വരും. രജോ ഗുണമാണെങ്കിൽ അതനുസരിച്ചായിരിക്കും, തമോ ഗുണമാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും. അപ്പൊ ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനമാണ് നമ്മുടെ പ്രവർത്തികളും സ്വഭാവവും തീരുമാനിക്കുന്നത്. അതനുസരിച്ചാണ് നമുക്ക് അടുത്ത ജന്മം നമ്മളെ തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നമുക്ക് എന്തറിയണം? ഈ ത്രിഗുണങ്ങളെ മറികടക്കാനുള്ള പ്രക്രിയ നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഭഗവാൻ അതാ പറയുന്നത്, അറിഞ്ഞാൽ പരമപദം പ്രാപിക്കാം. ത്രിഗുണങ്ങളെ മറികടക്കാൻ സാധിക്കുന്നവർക്കാണ് എന്ത് സാധിക്കുക? പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ അധ്യായത്തില് അർജുനൻ ചോദിക്കുന്നത് അത് തന്നെയാണ്, എങ്ങനെയാണ് ഈ ത്രിഗുണങ്ങളെ മറികടക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ അധ്യായത്തില് ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്തില്, എങ്ങനെ നമുക്ക് ഈ ത്രിഗുണങ്ങളെ മറികടക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ അധ്യായം വലിയ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. കാരണം ഈ ത്രിഗുണങ്ങളെ വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഹരേ കൃഷ്ണ, മനസ്സിലായോ? ഭയങ്കര ബഹളാണല്ലോ, ഇത് പറ്റി? അല്ലെങ്കിൽ ഒച്ച ഉണ്ടാവില്ല ആർക്കും. ഇന്ന് ഭയങ്കര ബഹളല്ല, ഒരു ഉഷാറ ഭയങ്കര. കർക്കിടക മാസം തീരാണല്ലേ? നാളെ ഇന്ന് അത്തം തുടങ്ങി അല്ലെ? ഇന്ന് അത്തം തുടങ്ങിയില്ലേ? ചിങ്ങത്തില് സാധാരണ ചിങ്ങത്തിലാ തുടങ്ങുന്നത്, ഇപ്പൊ കർക്കിടകത്തിൽ തന്നെ ചോദ്യം 2 ഇതായിട്ട് വരുന്നുണ്ട്. അതെ, കുറെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക അല്ലെ, നമ്മള് പോലും അറിയുന്നില്ല. അത് ശരിയാ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് 14-ാമത്തെ അധ്യായം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച പരം ഭൂയ പ്രവിക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാതോ മുനയാ സർവേ പരാം സിദ്ധിമിതോ ഗതഃ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, ഏതൊന്നറിഞ്ഞതുകൊണ്ടാണോ ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണത നേടിയത്, ആ സർവോത്കൃഷ്ടമായ പരമജ്ഞാനത്തെ ഞാൻ വീണ്ടും നിന്നോട് പറഞ്ഞു തരാം. അപ്പൊ ഭഗവാൻ പറയാണ്, ഏതോ അറിഞ്ഞതുകൊണ്ടാണ് ഋഷികൾക്കെല്ലാം തികഞ്ഞ പരിപൂർണത നേടാൻ സാധിച്ചത്. ആ സർവോത്കൃഷ്ടമായ പരമജ്ഞാനത്തെയാണ് ഞാൻ ഇനി നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പൊ ഭഗവാൻ പറയുന്നു, ഏതറിഞ്ഞതുകൊണ്ടാണോ ഋഷികൾക്ക് പരിപൂർണത നേടാൻ സാധിച്ചത്, ആ സർവോത്കൃഷ്ടമായിട്ടുള്ള ജ്ഞാനത്തെ കുറിച്ച്, പരമജ്ഞാനത്തെ കുറിച്ചാണ് ഞാൻ നിനക്ക് വീണ്ടും പറഞ്ഞു തരാനായിട്ട് പോകുന്നത് എന്ന് പറയാണ് ഭഗവാൻ. അപ്പൊ ഇവിടെ പ്രകൃതിയിലെ ത്രിഗുണങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ് ജീവാത്മാക്കൾ ഈ ഭൗതിക ലോകത്തിൽ കുരുങ്ങുന്നതെന്നും ആ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്തെല്ലാമാണ്, അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും എങ്ങനെയാണ് അത് ആത്മാവിനെ കുടുക്കിൽപ്പെടുത്തുന്നതും മോചിപ്പിക്കുന്നതും ഏത് വിധത്തിലാണെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഋഷിമാർ എന്ത് ചെയ്തത്? ഋഷിമാർക്ക് ഈ ഭൗതിക ബന്ധനത്തിൽ നിന്നും മോചനം നേടാനായിട്ട് സാധിച്ചത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഋഷികൾക്ക് എന്ത് സാധിച്ചത്? ഇവിടെ നിന്ന് മോചനം നേടാൻ സാധിച്ചത്. ആ ജ്ഞാനത്തെയാണ് ഭഗവാൻ ഇവിടെ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഈ അധ്യായം, ഈ 14-ാമത്തെ അധ്യായം ശ്രദ്ധയോടെ പഠിക്കുന്നവർക്ക് എന്ത് നേടാൻ സാധിക്കും? പരിപൂർണത നേടാനായിട്ട് സാധിക്കും എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ ജ്ഞാനം നേടിയത് കൊണ്ടാണ് ഋഷിമാർക്ക് പരിപൂർണതയിലെത്താൻ സാധിച്ചതും ആധ്യാത്മിക ലോകത്തേക്ക് കടക്കാൻ സാധിച്ചതും. ആ ജ്ഞാനമാണ് ഭഗവാൻ ഇവിടെ അർജുനന് ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പോ ഇത് മനസ്സിലാക്കുന്നവർക്ക്, ഈ അധ്യായം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധിക്കും? മനസ്സിലാക്കാന്ന് വെച്ചാല് നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാല് നമുക്ക് പരിപൂർണത നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ
ഇവിടെ പറയുന്നത്. അത്രയും വിശേഷപ്പെട്ട ഒരു അധ്യായമാണ് 14ാമത്തെ അധ്യായം, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ഇതം ജ്ഞാനമുപാശ്രിത്യ മമ സ്വാധർമ്മ്യമാഗതഃ സർഗേ പീനോപജായന്തേ പ്രളയേന വ്യഥന്തി ച. ഈ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് എന്റേതിനു സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയും. അങ്ങനെ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ഒരുവൻ സൃഷ്ടികാലത്ത് ജനിക്കുകയുമില്ല, പ്രളയകാലത്ത് ആകുല ചിത്തനാവുകയില്ല. അപ്പൊ ഈ ഒരു ജ്ഞാനത്തിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ, ഈ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഗുണം എന്താണ്? ഭഗവാന്റേതിന് സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്ത് വരില്ല? സൃഷ്ടികാലത്ത് ജനിക്കേണ്ടതായിട്ടോ പ്രളയകാലത്ത് ആകുല ചിത്തനാകേണ്ടതായിട്ടോ വരുന്നില്ല. സൃഷ്ടികാലത്ത് ജനിക്കുന്നതും പ്രളയകാലത്ത് ഇല്ലാതാകുന്നതും എവിടെയാണ്? ഭൗതിക ലോകത്തില്, അല്ലെ? ഭൗതിക ലോകത്തിൽ മാത്രമാണ് എന്ത് വരുന്നത്? ഭൗതിക ലോകമാണ് നശിക്കുന്നത്. ഭൗതിക ലോകത്തിന്റെ പുറത്തൊന്നും നാശം സംഭവിക്കുന്നില്ല. അപ്പൊ പ്രളയം സംഭവിക്കുന്നതൊക്കെ എവിടെയാണ്? ഈ ഭൗതിക ലോകത്തിലാണ്. അപ്പോ ആ പറയുന്നത് എന്താണ്? ഭൗതിക ലോകത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാന്റേതിന് സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കും. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല? സൃഷ്ടികാലത്ത് ജനിക്കേണ്ടതായിട്ടും വരില്ല, പ്രളയകാലത്ത് ആകുല ചിത്തനാവേണ്ടതായിട്ടും വരുന്നില്ല. സർവയോനീഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തി യഃ താസാം ബ്രഹ്മ മഹത്യോ അഹം ബീജപ്രദാപിത. ഇവിടെ എന്താ പറഞ്ഞത്? ഇനി ഹേ കുന്തിപുത്ര, നാനാ രൂപേണയുള്ള ജീവിവർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതി ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഞാനാണ്. അവയുടെ ബീജപ്രദാതാവായ പിതാവ് ഞാൻ തന്നെയാണെന്നറിയണം. അപ്പൊ ഭഗവാൻ പറയാണ്, ഈ എല്ലാ ജീവാത്മാക്കൾക്കും എല്ലാ ജീവസത്തകളുടെയും ആദ്യ പിതാവാണ് ആര്? ഭഗവാൻ എന്നാണ് ഭഗവാനോട് പറഞ്ഞത്. നാനാ രൂപേണയുള്ള 84 ലക്ഷം ജീവഗണങ്ങളുണ്ട്. ഈ നാനാ രൂപേണയുള്ള എല്ലാ ജീവിവർഗങ്ങൾക്കും ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മം എടുക്കാൻ അവസരം കൊടുത്തത് ആരാണ്? ഭഗവാനാണെന്ന് ഭഗവാൻ പറയുന്നു. അവയുടെ ബീജപ്രദാതാവായിട്ടുള്ള പിതാവും ആര് തന്നെയാണ്? അതും ഭഗവാൻ തന്നെയാണ്, ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ എല്ലാ ജീവാത്മാക്കളെ, നാനാ രൂപേണയുള്ള എല്ലാ ജീവിവർഗങ്ങൾക്കും ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഭഗവാൻ തന്നെയാണ്. അവരുടെ പിതാവും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാനാണ് ജീവസത്തകൾക്കെല്ലാം ആദി പിതാവ് എന്ന് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. അപ്പൊ ഭഗവാനാണ് എല്ലാ ജീവാത്മാക്കളുടെയും ആദി പിതാവാണെന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാണ്. ഭഗവാൻ പറയുന്നുണ്ട്, ഭൗതികവും ആത്മീയവുമായ പ്രകൃതിയുടെ സംയോഗമാണ് ജീവസത്തകൾ. ജീവാത്മാക്കൾ എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയുടെ ആത്മീയ പ്രകൃതിയുടെ സംയോഗമാണെന്ത്? ഈ ജീവസത്തകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവസത്തകള് ഭൂലോകത്തിൽ മാത്രമല്ല, ഭൂമിയിൽ മാത്രമല്ല ഉള്ളത്, ബ്രഹ്മാവ് വാഴുന്ന സമുന്നത ഗ്രഹത്തിൽ പോലും കാണപ്പെടുന്നു. അപ്പൊ ബ്രഹ്മലോകം മുതൽ എന്തുണ്ട്? ഈ ജീവാത്മാക്കളുണ്ട്. ഭൂമിക്കുള്ളിലുണ്ട്, വെള്ളത്തിലുണ്ട്, അഗ്നിയിൽ പോലും എന്തുണ്ട്? ഈ ജീവികളുണ്ട്. എല്ലായിടത്തും ഈ ജീവസത്തകളുണ്ട് എന്നുള്ളത് പറയുന്നത്. അതായത് ഏത് ലോകത്തിൽ നോക്കിയാലും, ഭൂലോകത്തിൽ മാത്രമല്ല ബ്രഹ്മാവ് വാഴുന്ന ഗ്രഹത്തിൽ പോലും എന്തുണ്ട്? ജീവാത്മാക്കളുണ്ട്. അപ്പോൾ മനുഷ്യര് മാത്രമല്ല, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ഇഴജന്തുക്കള്, വെള്ളത്തിൽ ജീവിക്കുന്നത്, കരയിൽ ജീവിക്കുന്നത്, ഇങ്ങനെ പല തരത്തിലായിട്ട് 84 ലക്ഷം ജീവഗണങ്ങളാണുള്ളത്. ഈ എല്ലാ ജീവഗണങ്ങളുടെയും ആദി പിതാവ് ആരാണ്? ഭഗവാനാണെന്നാണ് ഭഗവാൻ പറയുന്നത്. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവഃ നിപതന്തി മഹാബാഹോ ദേഹേ ദേഹീനമവ്യയം. ഹേ മഹാബാഹുവായ അർജുന, 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി. സത്വം, രജസ്, തമസ്. ശാശ്വതനായ ജീവാത്മാവിന് പ്രകൃതി സംയോഗം ഉണ്ടാകുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബന്ധനാകുന്നു. അപ്പൊ അർജുനനോട് പറയാണ് ഭഗവാൻ, ഹേ മഹാബാഹുവായ അർജുന, 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞാല്. 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി. ഏതൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി. ഈ ശാശ്വതനായ ജീവാത്മാവ്, ഈ ജീവാത്മാവ് ശാശ്വതനാണ്. ഈ ജീവാത്മാവിന് ഈ 3 ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ശാശ്വത ഭൗതികയുടെ പ്രകൃതി എന്താണ്? ശാശ്വതനായ ജീവാത്മാവ് പ്രകൃതി സംയോഗം ഉണ്ടാകുന്നതോടെ, ഈ പ്രകൃതിയുമായിട്ട് സംയോഗം ഉണ്ടാകുന്നതോട് കൂടി, അതായത് ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വരുമ്പോ ഈ ജീവാത്മാവിന് എന്ത് സംഭവിക്കും? ഈ 3 ഗുണങ്ങളാൽ സ്വാധീനിക്കും. 3 ഗുണങ്ങളുടെ ബന്ധനത്തിൽ വരും. അപ്പോ പ്രകൃതിയുടെ സ്വഭാവമാണ് എന്ത്? ഈ 3 ഗുണങ്ങൾ എന്ന് പറയുന്നത്. ആ ജീവാത്മാവ് ശാശ്വതനാണ്, പക്ഷെ ഈ പ്രകൃതിയിലേക്ക് വരുമ്പോ ഈ പ്രകൃതിയുടെ ഗുണങ്ങൾ അതിനെ സ്വാധീനിക്കും. ഇപ്പൊ നമ്മള്
നമ്മുടെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ പോയിട്ട് നിൽക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള നിയമങ്ങൾ നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അവിടെ അത്രയും പവർ ഉണ്ടായിരിക്കണം, എന്നാലേ പറ്റുള്ളൂ. പക്ഷെ അപ്പൊ അല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മൾ അനുസരിച്ച് നിൽക്കണു. അത് തന്നെ ഇവിടെ ജീവാത്മാവായി പ്രകൃതിയിൽ വരുമ്പോ ഭഗവാന്റെ തന്നെ ശക്തിയാണ് എന്ത്? ഈ മായാശക്തി പ്രകൃതിയിൽ. അപ്പോ അതെന്താണ്? അത് ആരെ സ്വാധീനിക്കുകയാണ്? ഈ ജീവാത്മാവിനെ സ്വാധീനിക്കുകയാണ്. അപ്പൊ ആ ജീവാത്മാവിന് ഈ 3 ഗുണങ്ങളിൽ ഏതാണെന്നുള്ളത് പൂർവ്വജന്മത്തിനനുസരിച്ചായിരിക്കും ആ ഗുണങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അപ്പൊ അതിന്റെ ബന്ധനത്തിലായിട്ട് ആര് മാറും? ഈ ജീവാത്മാവ് മാറും. അപ്പൊ ഇനി ആ 3 ഗുണങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആദ്യം സത്വഗുണത്തെ കുറിച്ചാണ് പറയുന്നത്. തത്ര സത്വം നിർമ്മലത്താത് പ്രകാശാഗമനാമയം സുഖസംഖ്യേന ഭക്താതി ജ്ഞാനസംഖ്യേന ചാനക. ഹേ പുണ്യാത്മാവേ, മറ്റുള്ളവയെ അപേക്ഷിച്ച് വിശുദ്ധമാകിയാൽ സത്വഗുണം പ്രകാശമാനവും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണ്. ആ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ സുഖത്താലും ജ്ഞാനത്താലും ഭക്തരാക്കപ്പെടും. അപ്പൊ സത്വഗുണം എങ്ങനെയാ പറയണത്? മറ്റുള്ളതിനെ അപേക്ഷിച്ച് വിശുദ്ധമാണ് സത്വഗുണം. അതായത് ഈ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണം ഏതാണ്? സത്വഗുണമാണ്. സത്വ രജോ തമോ ഗുണങ്ങള്, അതില് ഭൗതിക പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങളിലെ ശ്രേഷ്ഠമായ ഗുണം സത്വഗുണമാണ്. അതാണ് മറ്റുള്ള ഗുണങ്ങളെ അപേക്ഷിച്ച് വിശുദ്ധമാണ് സത്വഗുണം. അത് പ്രകാശമാനമാണ്, എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ്. ഈ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവരെ ജ്ഞാനത്താലും സുഖത്താലും ബന്ധിക്കപ്പെടാണ് ചെയ്യുന്നത്. അപ്പോ സത്വഗുണം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ബന്ധനം തന്നെയാണ്. സത്വഗുണത്തിൽ നമുക്ക് ബന്ധനം തന്നെയാണ്. സത്വഗുണത്തിലുള്ളവരെ ജ്ഞാനം കൊണ്ടും സുഖം കൊണ്ടും ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സത്വഗുണം എടുത്തു കഴിഞ്ഞാല് സത്വഗുണത്തിലുള്ളവര് പൊതുവെ എങ്ങനെയുള്ളവരായിരിക്കും? ബുദ്ധിമാന്മാരായിരിക്കും. കാരണം ജ്ഞാനം നേടിയവരാണ് സത്വഗുണത്തിലുള്ളവര്, അറിവ് സമ്പാദിച്ചവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ അറിവ് സമ്പാദിച്ചവരാകുമ്പോ അവരെങ്ങനെയാണ്? ബുദ്ധിമാന്മാരായിരിക്കും. അതേപോലെ തന്നെ അവരെ ഭൗതികമായ ദുഃഖങ്ങൾ അധികം അവരെ ബാധിക്കാറുണ്ടാവില്ല. കാരണം അവരെങ്ങനെയാണ്? ജ്ഞാനത്തിൽ പുരോഗതി നേടിയവരാണ്. പിന്നെ അതുപോലെ തന്നെ ജ്ഞാനത്തിൽ പുരോഗതി നേടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണ്? സാമ്പത്തികമായിട്ട് നല്ല ജോലി ഉണ്ടാകാം, നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ്, സമൂഹത്തിൽ ഉയർന്ന ഒരു സ്ഥാനത്തിൽ ഇരിക്കുന്നവരായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അവർക്ക് എന്താണ്? അവർക്ക് ആ ഭൗതികമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അവരെങ്ങനെയായിരിക്കും? സത്വഗുണത്തിലിരിക്കുന്നവര് അത്യാവശ്യം നല്ല സുഖത്തിൽ ജീവിച്ചു പോകുന്നവരൊക്കെ ആയിരിക്കും. അപ്പൊ ഇവരുടെ ഒരു പ്രോബ്ലം വരുന്നത് എവിടെയാന്ന് വെച്ചാല് അവർക്ക് ഈ സുഖം കൊണ്ടും ജ്ഞാനം കൊണ്ടും അവർ ബദ്ധരാക്കപ്പെടുന്ന വെച്ചാൽ നമുക്ക് ഈ സുഖ സൗകര്യങ്ങളും നമുക്ക് ഇത്തരത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്ത് തോന്നി തുടങ്ങും? നമ്മൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണ് നമ്മളുള്ളെന്നുള്ളൊരു തോന്നൽ നമ്മളെ വരാം. നമ്മളുള്ളിൽ എന്ത് വരാം? അഹങ്കാരം നമ്മളെ ബാധിക്കാം. നമ്മൾ അറിവുള്ളവരാണ്, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്നുള്ളൊരു അഹങ്കാരം നമ്മളിൽ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അപ്പൊ ഇത്തരത്തിലുള്ളവര് എങ്ങനെയാണ്? അപ്പൊ ആ സുഖ സൗകര്യങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് അവിടെ എന്താണ്? അവര് വേറെ അതിന്റെ മുകളിലേക്ക് അവർ ചിന്തിക്കുന്നില്ല. അവർ അതിൽ തന്നെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ നിൽക്കാൻ ശ്രമിക്കും. അപ്പൊ ഇവരിവിടെ ജ്ഞാനം കൊണ്ടും സുഖം കൊണ്ടുമാണ് ആരെ ബന്ധിക്കുന്നത്? ഈ സത്വഗുണത്തിലുള്ളവരെ ബന്ധിക്കുന്നത്. രജോ രാഗാത്മകം വിത്തി തൃഷ്ണ സംഘാസമുദ്ഭവം തന്നിഭത്താതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. അല്ലയോ കുന്തി നന്ദന, അളവറ്റ തൃഷ്ണാധിക്യത്തിൽ നിന്നുളവാകുന്നതാണ് രജോ ഗുണം. ദേഹസ്ഥനായ ജീവന് അത് ഭൗതികമായ ഫലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. അപ്പൊ രണ്ടാമത്തത് രജോ ഗുണം. രജോ ഗുണം എങ്ങനെയാണ്? അളവറ്റ തൃഷ്ണ, ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്നതാണ് എന്ത്? രജോ ഗുണം. തൃഷ്ണയിൽ നിന്നുണ്ടാകും, തൃഷ്ണ ആഗ്രഹം, ആഗ്രഹത്തിൽ നിന്നുളവാകുന്നതാണ് രജോ ഗുണം. ഇത് ദേഹസ്ഥനായ ജീവാത്മാവിനെ ഭൗതികമായ ഫലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. അപ്പോൾ രജോ ഗുണത്തിന്റെ മുഖ്യ സ്വഭാവമാണ് എന്ത്? ഫലോദിഷ്ട കർമ്മങ്ങൾ. ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ആര്? രജോ ഗുണത്തിലുള്ളവര്. കാരണം അവർക്ക് എന്താണ്? രജോഗുണത്തിലുള്ളവർക്ക് ആഗ്രഹങ്ങൾ കൂടുതലായിരിക്കും, വളരെയധികം ആഗ്രഹങ്ങൾ ഉള്ളവരായിരിക്കും. അപ്പൊ അവരെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവർ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആ കർമ്മത്തിന്റെ ഫലം അവർ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയിട്ട് അവർക്ക് എത്ര ബുദ്ധിമുട്ടാനോ കഷ്ടപ്പെടാനോ യാതൊരു മടിയില്ലാത്തവരാണ് ആര്? രജോ ഗുണത്തിലുള്ളവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രജോ ഗുണം നമ്മളെ ഫലോദിഷ്ട കർമ്മം കൊണ്ട് ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ താല്പര്യം കൂടുതലായിരിക്കും. അപ്പൊ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ നമുക്ക് അത്യാവശ്യം നല്ലൊരു വീടുണ്ട്, പക്ഷെ അതിനേക്കാളും നല്ലൊരു വീട് വേണം
എന്ന് ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കും, അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും ആര്? രജോ ഗുണത്തിൽ. അതായത് ഉള്ളതിനേക്കാളും ഇനിയും ഇനിയും വേണമെന്ന് ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരോ ലക്ഷ്യങ്ങൾ, ഒരു ലക്ഷ്യം കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം, അങ്ങനെ അങ്ങനെ പ്രവർത്തിച്ചു പോകുന്നവരാണ് ആര്? രജോ ഗുണത്തിലുള്ളവര്. അപ്പൊ രജോ ഗുണത്തിലുള്ളവരുടെ പ്രത്യേകത അതാണ്. പിന്നെ വേറൊരു പ്രത്യേകത, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആസക്തി ആരുടെ മുഖ്യ സ്വഭാവമാണ്? രജോ ഗുണത്തിലുള്ളവരുടെ മുഖ്യ സ്വഭാവമാണ് സ്ത്രീ പുരുഷൻ തമ്മിലുള്ള ആസക്തി. ഇനി മൂന്നാമത്തത് തമോ ഗുണം. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭി സന്നിബദ്ധാതി ഭാരത. ഭാരതപുത്ര, അജ്ഞാനജന്യമായ തമോ ഗുണമാകട്ടെ സർവശരീരികളെയും വ്യാമോഹിപ്പിക്കുന്നതാണ്. അപ്പോ തമോ ഗുണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് അജ്ഞാനജന്യമാണ്. അജ്ഞാനം നിറഞ്ഞതാണ് എന്ത്? തമോ ഗുണം. ഈ അജ്ഞാനം നിറഞ്ഞ തമോ ഗുണം സർവശരീരികളെയും വ്യാമോഹിപ്പിക്കുന്നതാണ്. ഈ പ്രമാദത്തിന്റെ ഫലം, ഈ ഗുണത്തിന്റെ ഫലങ്ങളായിട്ട് പ്രമാദം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒന്നിനോടൊരു ഉത്തരവാദിത്വമില്ല, അലസത സ്വഭാവം, ആ ഉത്തരവാദിത്വമില്ലായ്മ അല്ലെങ്കിൽ അലസത, നിദ്ര, ഇത് ബദ്ധ ജീവാത്മാവിനെ കുടുക്കിയിടുന്നു. അപ്പോ തമോ ഗുണം എന്ന് പറഞ്ഞാല് സത്വഗുണത്തിന്റെ നേരെ വിപരീതമാണ് എന്ത്? തമോ ഗുണം. സത്വഗുണം ജ്ഞാനം കൊണ്ട് ബന്ധിപ്പിക്കുമ്പോ തമോ ഗുണം അജ്ഞാനം കൊണ്ടാണ് ബന്ധിപ്പിക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? അതിന്റെ ഫലങ്ങളായിട്ട് പ്രമാദം, അലസത, നിദ്ര, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ബദ്ധ ജീവാത്മാവിനെ കുടിക്കുന്നത്. അപ്പൊ പ്രമാദം കൊണ്ടും അലസത കൊണ്ടും നിദ്ര, ഉറക്കം, തമോ ഗുണത്തിന്റെ മുഖ്യ ലക്ഷണമാണ് എന്ത്? ഉറക്കം. ഫസ്റ്റത്തെ സത്വഗുണത്തിന്റെ മുഖ്യ ലക്ഷണമാണ് എന്ത്? അറിവ് സമ്പാദിക്കുക എന്നുള്ളത്. അപ്പോ സത്വഗുണത്തിന്റെ നേരെ വിപരീതമാണ് തമോ ഗുണം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സത്വഗുണം അറിവ് സമ്പാദിക്കലാണെങ്കിൽ തമോ ഗുണം ഉറക്കം, അലസത, പ്രമാദം, ഇതൊക്കെ എന്താണ്? തമോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ 3 ഗുണത്തിലുള്ളവര് സ്വഭാവങ്ങളാണ് നമ്മളിപ്പോ കണ്ടത്, ലക്ഷണങ്ങളാണ് സത്വ രജോ തമോ ഗുണത്തില്. ഇപ്പൊ സത്വഗുണത്തിലുള്ളവര്, ഇപ്പൊ ഇതിൽ നമ്മളൊരു ഒരുമിച്ച് എല്ലാവരും കൂടി ഒരു സ്റ്റാളിൽ നോക്കിക്കഴിഞ്ഞാല് സത്വഗുണത്തിലുള്ളവർ എന്താണ് മുകളിൽ കാണുക? മിൽക്ക്, ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ മേടിക്കുന്നവര്. രജോ ഗുണത്തിലുള്ളവർ ടേബിളിന്റെ ചുറ്റും ഇരുന്നിട്ട് ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. തമോ ഗുണത്തിലുള്ളവരെന്താണ്? മീറ്റ് സ്റ്റോളിന്റെ അടുത്ത്. അപ്പൊ ഓരോ ഗുണത്തിലുള്ളവരുടെ സ്വഭാവം, അവര് ആ ഗുണത്തിലുള്ളവരായിട്ടാണ് ആര് കൂടുന്നത്? അവര് തമ്മിൽ കൂടുന്നുണ്ടാവുന്നത്. ഇപ്പൊ ഭക്തന്മാരായിട്ട് കൂടുന്ന പോലെ ഓരോ ഗുണത്തിലുള്ളവർ തമ്മിൽ എന്താണ്? അവർക്കും അവർ തമ്മിൽ ആകർഷണം ഉണ്ടായിരിക്കും. ഇത് മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിലും പക്ഷികളിലും എല്ലാവരിലും എന്തുണ്ട്? ഈ 3 ഗുണങ്ങളുണ്ട്. സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും. മനുഷ്യരിൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ താഴെ അരയന്നം, ഈ അരയന്നം എന്ന് പറയുന്നത് നമുക്കറിയാം, ശുദ്ധജലത്തിലാണ് നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നത്? അരയന്നത്തെ കാണാനായിട്ട് സാധിക്കുന്നത്. വെജിറ്റേറിയൻ ആണ്, ശുദ്ധജലത്തിലാണ് കാണുന്നത്. അപ്പൊ അത് ഏത് ഗുണത്തിലുള്ളതാണ്? സാത്വിക ഗുണത്തിലാണ് അരയന്നം. തേനീച്ച എന്താണ്? ആവശ്യത്തിലേറെ സമ്പാദിക്കുക അല്ലെ, അതാണ് തേനീച്ച. രജോ ഗുണത്തിന്റെ ലക്ഷണം നമ്മൾ കണ്ടത്. തേനീച്ച എന്താണ്? അതിന് വേണ്ടതിൽ കൂടുതൽ തേൻ ഉണ്ടാക്കി സംഭരിച്ചു വെക്കുന്നതാണ് ആര്? തേനീച്ച. അത് നമ്മളെങ്ങാനും എടുക്കാൻ ചെന്ന് കഴിഞ്ഞാലോ നമ്മളെ പിടിച്ചു കുത്തുകയും ചെയ്യും, ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പൊ രജോ ഗുണത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് ആരെ പറയാം? തേനീച്ചയെ പറയാം. കാക്ക എങ്ങനെയാണ്? വൃത്തിയില്ലാത്ത സ്ഥലത്ത് പോയിട്ട് കൊത്തി വലിക്കുന്നതാണ് ആരുടെ സ്വഭാവം? കാക്കകളുടെ സ്വഭാവം. കാക്ക തമോ ഗുണത്തിന് ഉദാഹരണമായിട്ട് പറയാം. സത്വം സുഖേ സംചയതി രജ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തൂ തമഃ പ്രമാദേ സംചയുത്യത. അല്ലയോ ഭാരതപുത്ര, സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കുമ്പോൾ രജോ ഗുണം കാമ്യകർമ്മങ്ങൾ കൊണ്ടാണ് ബന്ധിക്കുക. ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാകട്ടെ ഉന്മാദം കൊണ്ട് ഒരാളെ ബന്ധിക്കുന്നു. അപ്പോ സത്വഗുണം നമ്മളെ എങ്ങനെ ബന്ധിക്കുന്നു? സുഖം കൊണ്ട് ബന്ധിക്കുന്നു. സത്വഗുണം സുഖം കൊണ്ട് ബന്ധിക്കുമ്പോൾ രജോ ഗുണം നമ്മളെ എങ്ങനെ ബന്ധിക്കുന്നു? കാമ്യകർമ്മങ്ങൾ കൊണ്ട് ബന്ധിക്കുന്നു. ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാണെങ്കിലോ ഉന്മാദം കൊണ്ടാണ് നമ്മളെ ബന്ധിക്കുന്നത്. അപ്പൊ 3 ഗുണങ്ങളും നമുക്ക് ബന്ധനമാണ്. സത്വഗുണം നമ്മളെ സുഖം കൊണ്ടാണ് ബന്ധിക്കുന്നത്. സത്വഗുണത്തിലുള്ളവർക്ക് സുഖം, പിന്നെ അതുപോലെ തന്നെ ജ്ഞാനവുമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ജ്ഞാനം കൊണ്ട് സുഖം കൊണ്ടാണ് സത്വഗുണത്തിലുള്ളവരെ സുഖം കൊണ്ട് ബന്ധിക്കുന്നു. രജോ ഗുണം കാമ്യകർമ്മങ്ങൾ കൊണ്ട്, ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. അപ്പൊ അതിന്റെ ആ കാമ്യകർമ്മങ്ങൾ കൊണ്ടാണ് രജോ ഗുണത്തിലുള്ളവരെ ബന്ധിക്കുന്നത്. ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണത്തിലുള്ളവർ എങ്ങനെയുള്ളവരാണ്? അജ്ഞാനികളാണ്. അവരെ ഉന്മാദം കൊണ്ടാണ് ആര് ബന്ധിക്കുന്നത്? തമോ ഗുണത്തിലുള്ളവരെ
ബന്ധിക്കുന്നത്. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തഥാ. അല്ലയോ ഭാരത, ചിലപ്പോൾ സത്വഗുണം രജസ്തമോ ഗുണങ്ങളെ തോൽപ്പിച്ചു മുന്നേറും. ചിലപ്പോൾ എന്താ സംഭവിക്കുക, സത്വഗുണം മുന്നിലേക്ക് കയറും. അപ്പൊ ഈ 3 ഗുണങ്ങളും നമ്മളിലുണ്ട്. അപ്പൊ ചിലപ്പോ നമ്മളിൽ സത്വഗുണം മുന്നിലേക്ക് കയറാം, രജോ തമോ ഗുണങ്ങളെ തോൽപ്പിച്ചുകൊണ്ട്. ചിലപ്പോ രജോ ഗുണം സത്വഗുണത്തെയും തമോ ഗുണങ്ങളെയും കീഴടക്കാം. ചിലപ്പോ തമോ ഗുണം സത്വഗുണത്തിനെ രജോ ഗുണത്തിനെ കീഴടക്കാം. അങ്ങനെ ഈ 3 ഗുണങ്ങളും തമ്മില് ഉള്ള ആധിപത്യം എപ്പോഴും അവർ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നു. അപ്പൊ ഈ 3 ഗുണങ്ങൾ നമ്മളിലുണ്ട്. ഈ 3 ഗുണങ്ങൾ തമ്മിലുള്ള മത്സരം എപ്പോഴും നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ നമ്മൾ എന്താ പറയാ, ജ്ഞാനത്തിലൂടെ ആ സത്വഗുണത്തിലേക്ക് ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമുക്ക് ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? സത്വഗുണമാണ്. ആദ്യം നമ്മൾ സത്വഗുണത്തിലേക്ക് ഉറപ്പിക്കണം. ആർക്കും പരിശീലനം കൊണ്ട് സത്വഗുണം വളർത്തി രജസ് തമസുകളെ തോൽപ്പിക്കാം. അപ്പൊ എല്ലാവർക്കും എന്ത് സാധിക്കും? പരിശീലനത്തിലൂടെ ഈ രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും തോൽപ്പിച്ച് സത്വഗുണം വളർത്തിക്കൊണ്ടുവരാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അത് നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് വരേണ്ട കാര്യങ്ങളാണ്. രജോ ഗുണം വർദ്ധിപ്പിച്ചുകൊണ്ട് സത്വ തമസുകളെ കീഴടക്കാനും തമോ ഗുണത്തെ പോഷിപ്പിച്ച് സത്വ രജസ്സുകളെ നശിപ്പിക്കാനും ഇതൊക്കെ നമുക്ക് സാധിക്കും. നമുക്ക് സത്വഗുണം വളർത്താനും സാധിക്കും, രജോ ഗുണത്തിലാകാനും സാധിക്കും, തമോ ഗുണത്തിലേക്ക് പോകാനും സാധിക്കും. ഇങ്ങനെ ഭൗതിക പ്രകൃതിക്ക് 3 ഗുണങ്ങളുണ്ടെങ്കിലും സ്ഥിരനിശ്ചയമുള്ളവർക്ക് സത്വഗുണത്താൽ അനുഗ്രഹീതരാകും. അപ്പോൾ ഭൗതിക പ്രകൃതിക്ക് 3 ഗുണങ്ങളുണ്ടെങ്കിലും നമ്മൾ സ്ഥിരനിശ്ചയം ഉണ്ടെങ്കിൽ നമുക്ക് ഏതിലാദ്യം സ്ഥിരനാകാം? സത്വഗുണത്തിൽ സ്ഥിരനാകാം. അതിനുശേഷം എന്ത് വേണം? അതിനെയും അതിക്രമിച്ച വസുദേവ അവസ്ഥ എന്ന വിശുദ്ധ സത്വത്തിലെത്താം. അതിനുശേഷം നമുക്ക് എന്ത് വേണം? വസുദേവ അവസ്ഥയിലേക്ക് എത്തണം. ഇവിടെയാണ് ഒരാൾ ഈശ്വര ശാസ്ത്രാഭിജ്ഞനാകുന്നത്. ഒരു മനുഷ്യനിൽ ഏത് ഗുണത്തിനാണ് സ്വാധീനത എന്നത് അയാളുടെ പ്രത്യേക പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ എന്ത് വേണം? സത്വഗുണത്തിലെത്തണം. ആ സത്വഗുണത്തിലെത്തിയതിനു ശേഷം അതിനെയും അതിക്രമിച്ച വസുദേവാവസ്ഥ എന്ന വിശുദ്ധ സത്വത്തിലേക്ക് എത്തണം. അവിടെയാണ് ഒരാൾ എന്താവുന്നത്? ഈശ്വര ശാസ്ത്രാഭിജ്ഞനാകുന്നത്. അപ്പൊ നമ്മളിപ്പോ നമുക്ക് ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ നമ്മൾ ആദ്യം എവിടെ വേണം? നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നാൽ ഫ്ലൈറ്റിൽ എത്തില്ല അല്ലെ, നമ്മൾ എയർപോർട്ടിൽ പോകണം. എയർപോർട്ടിൽ പോയാലേ നമുക്ക് ഫ്ലൈറ്റിൽ പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ആദ്യം നമ്മൾക്ക് എന്ത് വേണം? സത്വഗുണത്തിലേക്ക് എത്തണം. നമ്മൾ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളിലെ തമോ ഗുണത്തിനെയും രജോ ഗുണത്തിനെയും മറികടന്ന് സത്വഗുണത്തിൽ നമ്മൾ ആദ്യം സ്ഥിരനാകണം. ആ സത്വഗുണത്തിൽ സ്ഥിതനായതിനു ശേഷമാണ് നമുക്ക് എവിടേക്ക് പറ്റുക? വിശുദ്ധ സത്വത്തിലേക്ക്. വിശുദ്ധ സത്വം എന്ന് വെച്ചാൽ എവിടെയായി? ആത്മീയ ലോകത്തിലായി. ഭൗതിക ലോകത്തിന് അപ്പുറത്താണ് ഇത് വിശുദ്ധ സത്വം. വിശുദ്ധ സത്വത്തിൽ എത്തിയാലാണ് നമുക്ക് ആരാധിക്കാൻ സാധിക്കുന്നത്? ഭഗവാൻ ആരാധിക്കാൻ സാധിക്കുന്നത്. സത്വഗുണത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ആരാധന വരുന്നത്. അപ്പൊ സത്വഗുണത്തിന് മുകളിൽ വരണമെങ്കിൽ നമുക്ക് ആ വിശുദ്ധ സത്വത്തിൽ എത്തിയാലാണ് ഭഗവാനെ ആരാധിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എപ്പോഴും എന്തായിരിക്കണം? വിശുദ്ധ സത്വത്തിലെത്താന്നുള്ളതാണ്. സത്വഗുണത്തിനെയും മറികടന്ന് വിശുദ്ധ സത്വത്തിലെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ സ്വഭാവം, നമ്മളെ ഏത് ഗുണമാണ് നമ്മളെ സ്വാധീനിച്ചിരിക്കുക എന്നുള്ളത് അവരുടെ പ്രവർത്തികളിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 3 ഗുണങ്ങളും തമ്മിലുള്ള വലി തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിൽ എപ്പോഴും എന്താണ്? ഏതെങ്കിലും ഒരു ഗുണം ഇങ്ങനെ മുന്നിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃതം സത്വമിത്യുത. 9 ദ്വാരങ്ങളാണ് ശരീരത്തിനുള്ളത്. 9 ദ്വാരങ്ങളാണ് നമ്മുടെ ശരീരത്തിനുള്ളത്. ഏതൊക്കെയാണ്? 2 കണ്ണ്, 2 ചെവി, 2 നാസ്വാദ്വാരങ്ങൾ, വായ്, ലിംഗ, മലദ്വാരം. ഇതെല്ലാം സ്വാത്വികതാ ലക്ഷണങ്ങളാൽ പ്രകാശിതമാകുമ്പോൾ മനുഷ്യൻ സത്വഗുണ സമ്പന്നൻ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ 9 ദ്വാരങ്ങള് സ്വാത്വികതാ ലക്ഷണങ്ങള് പ്രകടമാകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ആ മനുഷ്യൻ സത്വഗുണത്തിലാണെന്ന് പറയാം. അത്തരക്കാർ കാര്യങ്ങളെ ശരിയായ നിലയിൽ നോക്കി കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. അവർ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും പരിശുദ്ധരായിരിക്കും. നവദ്വാരങ്ങളിലും പ്രവൃദ്ധമായ സന്തുഷ്ടിയുടെ ലക്ഷണങ്ങൾ കാണാം. ഇതാണ് സത്വഗുണത്തിന്റെ അവസ്ഥ. അപ്പൊ സത്വഗുണത്തിൽ എത്തിയ ഒരു വ്യക്തി കാര്യങ്ങളെ ശരിയായ രീതിയിൽ, യഥാർത്ഥമായ രീതിയിൽ നോക്കി കാണാനും അനുഭവിച്ചറിയാനും കേൾക്കാനും ആ വ്യക്തിക്ക് സാധിക്കും. ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും പരിശുദ്ധരായിരിക്കും. അപ്പോൾ മാത്രമല്ല നവദ്വാരങ്ങളിലും എന്ത് കാണാം? സന്തുഷ്ടിയുടെ ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ എന്തിന്റെ അവസ്ഥയാണ്? സത്വഗുണത്തിന്റെ അവസ്ഥയാണ്. സത്വഗുണത്തിലുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകതകളാണ് നമ്മളിപ്പോ ഈ പറഞ്ഞത്. ഇനി അടുത്തത്
ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യ താനി ജായന്തേ വിവൃതേ ഭരതർഷഭ. ഹേ ഭരതശ്രേഷ്ഠ, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ഫലോദിഷ്ടമായ പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടക്കാനാവാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ നേരെ മറിച്ച് രജോ ഗുണമാണ് നമ്മളിൽ വർദ്ധിക്കുന്നതെങ്കിലോ അതിയായ ആസക്തി കൂടുതലായിരിക്കും. നമുക്ക് ഭൗതികമായ കാര്യങ്ങളോട്, ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തി കൂടുതലായിരിക്കും. ഫലോദിഷ്ടമായ പ്രവർത്തനം, ഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവൃത്തി അത് കൂടുതലാണ്. കഠിനമായ പ്രയത്നം, അടക്കാനാവാത്ത ആഗ്രഹം, മോഹാവേശം, ഇതൊക്കെ എന്തിന്റെ ലക്ഷണമാണ്? രജോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കൊരു വീടുണ്ട് ഓൾറെഡി, പക്ഷെ നമുക്ക് അതിനേക്കാളും വലിയ കൊട്ടാരം പോലത്തെ ഒരു വീടുണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഭയങ്കര ആസക്തി ഉണ്ടാവും, നമുക്കത് വേണം എന്നുള്ള ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാൻ നമുക്ക് യാതൊരു മടിയില്ല. പിന്നെ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമുക്ക് വേണം താനും. ഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. അടക്കാനാവാത്ത ആഗ്രഹം, ഇതൊക്കെ എന്തിന്റെ ലക്ഷണമാണ്? ഈ രജോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്രകാശോ പ്രവർത്തിശ്ച പ്രമാദോ മോഹ ഏവ ച താമസേ താനി ജായന്തേ വിവൃതേ കുരുനന്ദന. തമോ ഗുണം വളരുമ്പോൾ തേജസ്സില്ലായ്മ, അകർമ്മണ്യത, പ്രമാദം, വ്യാമോഹം എന്നിവ പ്രകടമാകുന്നു. നേരെ മറിച്ച് തമോ ഗുണമാണ് നമ്മളിൽ വളരുന്നതെങ്കിലോ തേജസ്സില്ലായ്മ, നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല, ഒന്നും ചെയ്യാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവില്ല. തേജസ് ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ജ്ഞാനം ഉണ്ടാവില്ല, അറിവുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ അകർമ്മണ്യത, നമുക്ക് എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല? കർമ്മം ചെയ്യാനായിട്ട് യാതൊരു താല്പര്യം ഉണ്ടാവില്ല. പിന്നെ പ്രമാദം, ഒന്നിനോട് നമുക്ക് എല്ലാത്തിനും നമുക്ക് എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തൊരു സ്വഭാവലസമായ ഭാവത്തോടെയാണ് നമ്മളെല്ലാം നോക്കിക്കാണുന്നത്. വ്യാമോഹം, ഇതൊക്കെ എന്തിൽ കാണുന്നതാണ്? തമോ ഗുണത്തിൽ. കാരണം നമ്മൾ അജ്ഞാനികളാണ്, ശാസ്ത്രങ്ങളെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവരാണ് ആര്? തമോ ഗുണത്തിലുള്ളവര്. അപ്പൊ അത്തരത്തിലുള്ളവർക്ക് ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് പോലും അവർക്കറിയാൻ സാധിക്കില്ല. ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാണ്? തമോ ഗുണത്തിൽ ഉള്ളവരിൽ പ്രകടമാകുന്നതാണ് ഇതെല്ലാം. ഇനി സാത്വികർ മരിക്കുമ്പോ അവർക്ക് എവിടേക്കാ പോകുന്നത്? ഋഷിവര്യന്മാരുടെ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് എത്തും. അപ്പൊ സാത്വിക സ്വഭാവത്തിലുള്ള ഒരു വ്യക്തി മരണം സംഭവിക്കുമ്പോൾ മുകളിലുള്ള ലോകങ്ങളിലേക്ക്, ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങളിലേക്കാണ് പോകാൻ സാധിക്കും, ഉത്കൃഷ്ട ലോകങ്ങളിൽ പോകും. രജോ ഗുണത്തോടെയാണ് മരിക്കുന്നതെങ്കിലോ ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവർക്കിടയിൽ ജനിക്കും. എവിടെയാണ് ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവരുള്ളത്? എവിടെയാണ് ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവരുള്ളത്? എവിടെയാണ്? ഭൂമിയില്. ഭൗതിക ലോകത്തില്, ഭൂമിയില്. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങൾ അടങ്ങുന്നതാണ് ഭൗതിക ലോകം. അതില് ഭൂമിയിലാണ് ഇത് ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവരെല്ലാം ഉള്ളത് ഭൂമിയിലാണ്. അപ്പൊ രജോ ഗുണത്തോടെ മരിക്കുന്നവരെല്ലാം വന്ന് എവിടെ ജന്മം എടുക്കും? ഭൂമിയിൽ വന്ന് ജന്മം എടുക്കും. തമോ ഗുണത്തോടെ മരിക്കുന്നവരാണെങ്കിലോ മൃഗങ്ങളായിട്ടായിരിക്കും പിറക്കുന്നത്. തമോ ഗുണത്തോടെ മരിച്ചാല് മൃഗങ്ങളായിട്ട് ജന്മം എടുക്കും. രജോ ഗുണത്തോടെ മരണം സംഭവിച്ചാൽ അവരെവിടെ വന്ന് ജനിക്കും? ഈ ഭൂമിയിൽ വന്നിട്ട് ജന്മമെടുക്കും അവര്. സത്കർമ്മത്തിന്റെ ഫലം വിശുദ്ധമാണ്, അത് സ്വാത്വികത ലക്ഷണത്തിലാണെന്ന്, സ്വാത്വിക ഗുണത്തിലാണെന്ന് പറയാം. അപ്പൊ സത്കർമ്മത്തിന്റെ ഫലം എപ്പോഴും എങ്ങനെയായിരിക്കും? വിശുദ്ധമായിരിക്കും. അത് സ്വാത്വിക ഗുണത്തിലാണെന്ന് പറയാൻ സാധിക്കും നമുക്ക്. രജോ ഗുണത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എപ്പോഴും എങ്ങനെയാണ്? ദുഃഖമായിരിക്കും. കാരണം രജോ ഗുണത്തിലുള്ളവരെങ്ങനെയാണ്? ഭയങ്കര ആഗ്രഹങ്ങളുള്ളവരാണ്. അവരുടെ ആഗ്രഹങ്ങൾ എപ്പോഴും നടക്കണം എന്നില്ല. അപ്പൊ അവര് ഒരു കൊട്ടാരം പോലെ വീടുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ അതിനുള്ള പൈസ അവരുടെ കയ്യിലെങ്കിൽ അവർക്ക് ആ ആഗ്രഹത്തെ കൊണ്ട് അവർക്ക് ദുഃഖമാണ് സംഭവിക്കുന്നത്. കാരണം അത് മുഴുവനാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ദുഃഖമാണ് അതിന്റെ ഫലം. തമോ ഗുണത്തിലുള്ളവരുടെ പ്രവർത്തനത്തിന്റെ ഫലം മൗഢ്യം നിറഞ്ഞതും അജ്ഞാനമായിരിക്കും. അപ്പൊ തമോ ഗുണത്തിലുള്ളവരുടെ പ്രവൃത്തിയാണെങ്കിലോ അവർ ചെയ്യുന്ന കാര്യം കൊണ്ട് അവർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല, മറ്റുള്ളവർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല. മൗഢ്യമുള്ളതും അജ്ഞാനം നിറഞ്ഞതാണ് ആരുടെ പറയുന്നത്? തമോ ഗുണത്തിലുള്ളവരുടെ പ്രവർത്തനത്തിന്റെ ഫലം. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്യ ഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസഃ. സ്വാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരുന്നു. അപ്പൊ സ്വാത്വിക സ്വഭാവികൾ ക്രമേണ എവിടേക്ക് ഉയരും? ഉത്കൃഷ്ട ലോകങ്ങളിലേക്കാണ് ഉയരുന്നത്. രാജസ സ്വഭാവത്തിലുള്ളവരോ ഭൂലോകങ്ങളിൽ ജീവിക്കും. നീചമായ തമോ ഗുണത്തിന് അടിമപ്പെട്ടവർ നരകങ്ങളിൽ പോയി നിപ്പതിക്കുകയും ചെയ്യുന്നു. അപ്പൊ സ്വാത്വിക സ്വഭാവത്തിലുള്ളവര് ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരും.
അപ്പൊ സാത്വിക സ്വഭാവത്തിലുള്ളവർ എവിടേക്കാ പോകുന്നത്? ഉത്കൃഷ്ട ലോകങ്ങൾ, അതായത് ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങളിലേക്ക്, ബ്രഹ്മദേവന്റെ ലോകം തൊട്ട് സത്യലോകം തൊട്ട് താഴേക്ക് വരുന്ന ആ ലോകങ്ങളിലേക്കാണ് സാത്വിക സ്വഭാവികൾ ഉയരുന്നത്. രാജസ പ്രകൃതിയിലുള്ളവര് ഭൂമിയിൽ ജീവിക്കും. നീച തമോ ഗുണത്തിന് അടിമപ്പെട്ടവർ എവിടേക്ക് പോകും? നരകങ്ങളിൽ പോയി നിപതിക്കും. നരകങ്ങളിലേക്കാണ്, പാതാള ലോകം, നരകങ്ങളിൽ പോയിട്ടാണ് തമോ ഗുണത്തിലുള്ളവര് ജീവിക്കുന്നത്. അപ്പൊ ഇത്രയാണ് രജോ ഗുണം, തമോ ഗുണം, സത്വഗുണത്തെ കുറിച്ച് ഭഗവാൻ പറയുന്നത്. അപ്പൊ അർജുനൻ അടുത്തത് ചോദിക്കുന്നുണ്ട്. അപ്പൊ സോറി, ഇതൊരു കാര്യം കൂടി പറഞ്ഞിട്ട് പറയാം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, ശരീര സംബന്ധികളായ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാൽ ശരീരസ്ഥനായ ജീവന് ജനനം, മരണം, വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി ഈ ജീവിതത്തിൽ തന്നെ അമൃത ആസ്വദിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്ത് വേണം? ശരീര സംബന്ധികളായിട്ടുള്ള ഈ 3 ഗുണങ്ങളെ, ഈ 3 ഗുണങ്ങളെ നമുക്ക് അതിക്രമിക്കാൻ സാധിക്കണം. സത്വഗുണത്തെയും അതിക്രമിക്കണം, രജോ ഗുണത്തെയും അതിക്രമിക്കണം, തമോ ഗുണത്തെയും അതിക്രമിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് സാധിക്കുന്നത്? ശരീരസ്ഥനായ ജീവന്റെ ജനന, മരണ, വാർദ്ധക്യ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി ജീവിതത്തിൽ തന്നെ അമൃത ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ ഇന്നലത്തെ കണ്ടില്ലേ, ജന്മ, മൃത്യു, ജരാവ്യാധികള്, നമ്മൾ ഈ ശരീരം കൊണ്ട് അനുഭവിക്കുന്ന ദുഃഖങ്ങളാണത്. ജനന, മൃത്യു, പിന്നെ ജരാനരകള്, പിന്നെ ജന്മ, മൃത്യു, ജരാവ്യാധികള്. ഇത് നമ്മളെ ഈ ശരീരം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളാണ് ഈ ഭൗതിക ലോകത്തില്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ 3 ഗുണങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കണം, അതിക്രമിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ജീവിതത്തിൽ തന്നെ അമൃത ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ കൃഷ്ണാവബോധത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഈ 3 ഗുണങ്ങളെ നമ്മൾ മറികടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തിലെത്താൻ പറ്റുള്ളൂ? ആ വിശുദ്ധ സത്വത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് ഈ ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അർജുനൻ അടുത്ത ശ്ലോകം ഇവിടെ കൊടുത്തിട്ടില്ല. അടുത്തതിൽ അർജുനൻ 3 ചോദ്യങ്ങളാണ് ഭഗവാനോട് ചോദിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുനൻ 3 ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിക്കാണ്. നമ്മൾ സ്ലൈഡിൽ കൊടുത്തിട്ടില്ല, ഞാൻ വായിക്കാം. 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം അർജുനൻ ചോദിക്കുന്നത്, പ്രഭോ, ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? നമ്മുടെ മനസ്സിൽ വന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഈ ത്രിഗുണങ്ങളെ മറികടന്ന വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഞാൻ ത്രിഗുണങ്ങളെ മറികടന്നു എന്നറിയണമെങ്കിൽ എനിക്ക് അതിന്റെ ലക്ഷണങ്ങൾ അറിയണമല്ലോ ആ വ്യക്തിയുടെ. അപ്പൊ ത്രിഗുണങ്ങളെ മറികടന്ന വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് അയാൾക്ക് ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ മറികടക്കാൻ സാധിച്ചത്? 3 ചോദ്യങ്ങളാണ് അർജുനൻ ചോദിക്കുന്നത്. ഒന്ന്, ത്രിഗുണങ്ങളെ മറികടന്ന വ്യക്തിയുടെ ലക്ഷണം, ആ വ്യക്തിയുടെ പെരുമാറ്റം, എങ്ങനെയാണ് ആ വ്യക്തിക്ക് ഈ ത്രിഗുണങ്ങളെ മറികടക്കാൻ സാധിച്ചത്? 3 ചോദ്യങ്ങളാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പോ ഭഗവാൻ ഒന്നാമത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരാണ് ഈ 22 മുതൽ 25 വരെയുള്ള ശ്ലോകത്തില് പറയുന്നത്. ശ്ലോകം വായിക്കാം. ശ്രീ ഭഗവാനുവാച, പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവാച പാണ്ഡവ ന ത്വേഷ്ടി സംപ്രവൃത്താനി ന നിവർത്താനി കാംക്ഷതി ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണോ വർത്തന്ത ഇത്യേവം യോവതിഷ്ഠതി നേങ്കത്തെ സമദുഃഖാ സുഖാ സ്വസ്ഥം സമലോഷ്ടാശ്മ കാഞ്ചനഃ തുല്യപ്രിയാ പ്രിയോ ധീര തുല്യ നിന്ദാത്മ സംസ്തുതിഃ മാനാപമാനയോസ്തുല്യം തുല്യോ മിത്രാരി പക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീതാസ ഉച്യത്തെ. എന്താ ഭഗവാൻ ഇവിടെ പറയുന്നത്? പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പുണ്ടാകുന്നില്ലയോ, അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ. അപ്പോൾ അവിടെ പ്രകാശത്തിന്റെ അല്ലെങ്കിൽ ആസക്തിയുടെ അല്ലെങ്കിൽ വ്യാമോഹത്തിന്റെ സാന്നിധ്യത്തില് നമുക്ക് എന്ത് തോന്നുന്നില്ല? വെറുപ്പ് തോന്നുന്നില്ല. അതില്ലെങ്കിൽ അത് വേണമെന്നുള്ള ആഗ്രഹം നമുക്കില്ല. രണ്ടും ഇല്ല. അത് ഇല്ലെങ്കിലും വിരോധമില്ല, ഉണ്ടെങ്കിലും വിരോധമില്ല. പിന്നെ പ്രകൃതി ഗുണങ്ങൾ ഉളവാകുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ആര് പ്രക്ഷുബ്ധനാകാതിരിക്കുന്നുവോ, അപ്പൊ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രതികരണങ്ങൾ, അതില് നമ്മൾ എന്ത് കാണിക്കും? നമുക്ക് എന്ത് വരുന്നില്ല? പ്രക്ഷുബ്ധനാകുന്നില്ല. നമുക്ക് അതിനോടൊരു മുഷിച്ചൽ അല്ലെങ്കിൽ പ്രക്ഷുബ്ധത നമുക്ക് തോന്നുന്നില്ല. പ്രകൃതി ഗുണങ്ങളാണോ പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഉദാസീനും അവയ്ക്ക് അതീതനുമായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, നമ്മുടെ എല്ലാത്തിനും കാരണം പ്രകൃതി ഗുണങ്ങളാണ്. പ്രവർത്തന നിരതങ്ങളായിരിക്കുന്ന എല്ലാത്തിനും കാരണം ഈ പ്രകൃതി ഗുണങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഉദാസീനനായിട്ടിരിക്കുക, അല്ലെങ്കിൽ അവയ്ക്ക് അതീതനായിട്ട് മനസ്സിലായിരിക്കുക. നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. അവയ്ക്ക് അതീതനായിട്ടിരിക്കുക അല്ലെങ്കിൽ ഉദാസീനനായിട്ടിരിക്കുക.
ആത്മനിഷ്ഠനായിട്ട് സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ കാണുക. ആർക്കാണോ സുഖത്തിനെയും ദുഃഖത്തിനെയും തുല്യനിലയിൽ കാണാൻ സാധിക്കുന്നത്, ആരുടെ ദൃഷ്ടിയിലാണോ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലാത്തത്, ആർക്ക് പ്രിയമായോ അപ്രിയമായോ യാതൊന്നില്ലെങ്കിലോ, അപ്പൊ ആർക്കാണോ പ്രിയമായിട്ട് അല്ലെങ്കിൽ അപ്രിയമായിട്ട് യാതൊന്നുമില്ലാത്ത, എല്ലാറ്റിനെയും ഒരുപോലെ, ഇതെനിക്ക് പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ ഇതെനിക്ക് അപ്രിയമായതെന്നുള്ളതൊന്നുമില്ല, എല്ലാറ്റിനെയും ഒരുപോലെ, അതാണ് എന്ത് ആ ത്രിഗുണങ്ങൾ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. ഈ പറഞ്ഞതൊക്കെ ത്രിഗുണങ്ങൾ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണം. അതായത് ആ വ്യക്തിക്ക് അയാളുടേതെന്ന് പറയാനോ അയാളുടെ സ്വഭാവം എന്ന് പറയാനോ യാതൊന്നുമില്ല, എല്ലാറ്റിനെയും ഒരേപോലെയാണ് ആ വ്യക്തി കാണുന്നത്. അതാണ് ത്രിഗുണങ്ങളെ മറികടന്ന വ്യക്തിയുടെ ലക്ഷണം. ഇനി ആ വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? ധീരനായിരിക്കും ആ വ്യക്തി. നിന്ദിച്ചാലും സ്തുതിച്ചാലും മാനിച്ചാലും അപമാനിച്ചാലും സമചിത്തനായിരിക്കും. അപ്പൊ ഒരാള് അയാളെ വ്യക്തിയെ നിന്ദിച്ചാലും അല്ലെങ്കിൽ അയാളെ മാനിച്ചാലും സ്തുതിച്ചാലും മാനവും അപമാനവും മാനിച്ചാലും അപമാനിച്ചാലും എങ്ങനെയാണ്? സമചിത്തനായിരിക്കും. ശത്രുക്കളെ മിത്രങ്ങളുടെയും ഭേദമില്ല, ശത്രുക്കളോടും മിത്രങ്ങളോടും ഒരേപോലെ ആയിരിക്കും പെരുമാറുന്നത്. നിരുദ്യമനായിരിക്കും. നിരുദ്യമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് വേണ്ടി താനൊന്നും ചെയ്യാനില്ല, ചെയ്യുന്നത് മുഴുവൻ ആർക്ക് വേണ്ടിയാണ്? ഭഗവാന് വേണ്ടി. നിരുദ്യമൻ എന്ന് വെച്ചാല് എല്ലാം ഭഗവാന് വേണ്ടി ചെയ്യാം, തനിക്കായിട്ട് ഒന്നും ചെയ്യാനില്ല, ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടി ചെയ്യാം. അങ്ങനെയുള്ള വ്യക്തിയെ ഗുണാതീതൻ എന്ന് പറയാം. അതാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. ഇങ്ങനെയായിരിക്കും ത്രിഗുണങ്ങളെ മറികടന്ന വ്യക്തിയുടെ പെരുമാറ്റം. ധീരനായിരിക്കും, നിന്ദിച്ചാലും സ്തുതിച്ചാലും മാനിച്ചാലും അപമാനിച്ചാലും ശത്രുക്കളോടും മിത്രങ്ങളോടും ഒരു ഭേദവും ഇല്ലാതെ. പിന്നെ നിരുദ്യമനായിട്ടുള്ള വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? ഗുണങ്ങൾക്ക് അതീതനായ വ്യക്തി എന്ന് പറയാം. അപ്പൊ 2 ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി 3ാമത്തെ ചോദ്യം, ആ ത്രിഗുണങ്ങളെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അതിക്രമിക്കാൻ സാധിക്കുക? അതാണ് ഭഗവാൻ 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മാംചയോ വ്യഭിചാരേണ ഭക്തി യോഗേന സേവത്തെ സാഗുണാൻ സമതീതേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഏതു പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവ്വം ഭഗവത് സേവനം നടത്തിലേർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം. ഇപ്പൊ ഭഗവാൻ എന്താ പറയണത്? എങ്ങനെയുള്ളവർക്കാണ് ഗുണങ്ങളെ മറികടക്കാൻ സാധിക്കുന്നത്? ഏതു പരിതസ്ഥിതിയിലും, നമ്മുടെ സാഹചര്യം എങ്ങനെയായാലും ഏത് അവസ്ഥയിലായാലും നമ്മൾ പിഴയ്ക്കാതെ ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക. ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ തന്നെ ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ആ ബ്രഹ്മപദത്തിലെത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളെ ലക്ഷ്യം എങ്ങനെയാണ് നമുക്ക് വേണ്ടത്? ആ ലക്ഷ്യത്തിലെത്താനായിട്ട് നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെ വന്നാലും, അപ്പൊ നമ്മൾ നാമം ജപിക്കാൻ മാല കയ്യിലെടുക്കുമ്പോഴായിരിക്കും നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുന്നത്. നമ്മൾ ആ മാല അങ്ങനെ തന്നെ എടുത്തു വെച്ച് പിന്നെ അന്നത്തെ ദിവസത്തെ കഴിഞ്ഞു നമ്മുടെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തിട്ടേ കിടന്നുറങ്ങും എന്നുള്ളൊരു നിശ്ചയം നമ്മൾ എടുക്കണം. ഭഗവാനോടൊരു സങ്കല്പം എടുക്കുക, ഭഗവാനോടൊരു വാക്ക് പറയാ, എന്തായാലും ഞാനൊരു മാല ജപിക്കാതെ ഞാൻ ഉറങ്ങില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനത്തെ ഒക്കെ സാഹചര്യം വന്നാലും അത് ചെയ്തിട്ടേ നമ്മൾ ഉറങ്ങുള്ളൂ. അങ്ങനെയാണ് ഏത് പരിതസ്ഥിതിയിലായാലും പിഴയ്ക്കാതെ ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക. അതേപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കാനായിട്ട് എന്തായാലും ഞാൻ എഴുന്നേൽക്കും, എനിക്ക് സത്വഗുണത്തിൽ എത്തണം. കാരണം സത്വഗുണത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് അറിവാണ് അല്ലെ. അറിവെന്ന് പറഞ്ഞാല് പിന്നെ ആ സാത്വികമായ സമയത്തിൽ നമ്മളത് ഭഗവാനെ കുറിച്ച് കേൾക്കുക. എന്തായാലും ഞാൻ അത് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഉറക്കം എന്താണ്? തമോ ഗുണത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മാറി എനിക്ക് സത്വഗുണത്തിൽ എത്തിയേ പറ്റൂ എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ തന്നെ ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങാം. നമ്മൾ തന്നെ തീരുമാനിക്കണം ഇതൊക്കെ. അങ്ങനെ അത് ഭഗവാനുമായിട്ട് നമ്മളും ഭഗവാനും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് എന്ത് സാധിക്കും? പിഴയ്ക്കാതെ ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ സാധിച്ചാല് അവർക്ക് എന്ത് സാധിക്കും? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. നമ്മുടെ എല്ലാവരുടെ സംശയമുള്ള ചോദ്യങ്ങളാണ് ഈ 3 ചോദ്യങ്ങളും. അപ്പൊ അർജുനൻ ചോദിച്ചത് അതാണ്. അപ്പൊ ഭഗവാൻ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ സാധിക്കുക? മാംചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവത്തെ സാഗുണാൻ സമതീതേതാൻ ബ്രഹ്മഭൂയായ കൽപ്പത. ഏതു പരിതസ്ഥിതിയിലായാലും പിഴയ്ക്കാതെ ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് എളുപ്പത്തിൽ തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്? ഭഗവാൻ പറയുന്നത്. ഇവിടെ ഒരു കഥയാണ് ഈ പറയുന്നത്. ഇതാരുടെ കഥയാണ്? രത്നാകരൻ എന്ന് പറഞ്ഞൊരു കാട്ടാളന്റെ കഥയാണ്. അതായത് നമ്മൾ ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ പറഞ്ഞു, നമ്മൾ ഏത് ഗുണത്തിലായാലും നമുക്ക് എവിടേക്ക് എത്താം?
നമുക്ക് സത്വഗുണത്തിലേക്ക്, വിശുദ്ധ സത്വത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. അതിന് ഭഗവാന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ കാരുണ്യത്തോടു കൂടി നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ രത്നാകരൻ എന്ന് പറഞ്ഞൊരു കാട്ടാളൻ, അതായത് അയാളുടെ ജോലി എന്താണ്? കാട്ടിലൂടെ പോകുന്നവരിൽ നിന്ന് കൊള്ള പൈസയൊക്കെ കളവ് ചെയ്യുക, അല്ലെങ്കിൽ കൊള്ളയടിച്ച് മേടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങൾ. പിന്നെ എന്താ പറയാ, പക്ഷികളൊക്കെ പിടിച്ച് അതിനൊക്കെ കൊന്ന് അതിനൊക്കെ കഴിക്കും. ഇങ്ങനെയൊക്കെയാണ് ആര് ചെയ്യുന്നത്? ഈ രത്നാകരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇത് പതിവ് പോലെ കാത്തു നിൽക്കുകയാണെങ്കിൽ ആരായി വഴി കൂടെ വരുന്നത് നോക്കാനായിട്ട്. അപ്പോഴാണ് ആര് വരുന്നത്? നാരദമഹർഷി വരുന്നത്. അങ്ങനെ നാരദമഹർഷി വരുമ്പോ നാരദമഹർഷിയുടെ കയ്യില് ഒന്നുമില്ല, അപ്പൊ സ്വത്ത് സമ്പത്ത് ഒന്നുമില്ല കയ്യില്. അപ്പൊ രത്നാകരൻ ചോദിക്കുമ്പോ നാരദമഹർഷി പറയും എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന്. അപ്പൊ രത്നാകരന് വിശ്വാസമില്ല. അപ്പൊ രത്നാകരനോട് നാരദമഹർഷി ചോദിക്കും, നീ എന്തിനാ ഇതൊക്കെ ചെയ്യണേന്ന് ചോദിക്കും. ഈ പറഞ്ഞ പ്രവർത്തികളൊക്കെ നീ എന്തിനാ ചെയ്യണേന്ന് ചോദിക്കുമ്പോ പറയും, എന്റെ ഭാര്യയും മക്കളെയും നോക്കാനാണെന്ന് പറയും. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാന്ന് പറയും. അപ്പൊ ചോദിക്കും, നീ ചെയ്യുന്നതിന്റെ ഫലം അവർ അനുഭവിക്കുമോ എന്ന് ചോദിക്കും. അപ്പൊ ഇയാള് പറയും അനുഭവിക്കാം. അപ്പൊ നീ ഒന്നും വീട്ടിൽ പോയിട്ട് ചോദിച്ചിട്ട് വരാൻ പറയും ഭാര്യയുടെ അടുത്ത്. അപ്പൊ ഈ രത്നാകരൻ വിചാരിക്കുന്നത് നാരദമഹർഷി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്നാ. അപ്പൊ നാരദമഹർഷി അറിയില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, നീ പോയി ചോദിച്ചിട്ട് വരാൻ. അങ്ങനെ രത്നാകരൻ ഓടിപ്പോയിട്ട് ഭാര്യയോട് ചോദിക്കും. അപ്പൊ ഭാര്യ പറയും, ഞാൻ എന്തിനാ അനുഭവിക്കുന്നത്? നിങ്ങൾ ചെയ്തതിന്റെ ഫലം നിങ്ങൾ തന്നെയല്ല അനുഭവിക്കേണ്ടതെന്നാണ് ആര് ചോദിക്കുന്നത്? ഭാര്യ ചോദിക്കുന്നത്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എനിക്ക് മാത്രമേ ഉള്ളൂ, ഭാര്യയ്ക്ക് അത് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം തിരിച്ചു ഓടി വന്നിട്ട് നാരദമഹർഷിയുടെ കാക്കൽ വീണിട്ട് പറയാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എനിക്ക് ഇതിൽ നിന്ന് മോചനം വേണം, എന്നെ സഹായിക്കണം എന്ന് പറയാണ്. അപ്പൊ നാരദമഹർഷി അദ്ദേഹത്തോട് ഭഗവാന്റെ നാമം ചൊല്ലിക്കൊടുത്തിട്ട് അത് ചൊല്ലാൻ പറയും. പക്ഷെ ഇദ്ദേഹത്തിന് ഭഗവാന്റെ നാമം വരുന്നില്ല, നാവില് വഴങ്ങുന്നില്ല. ഭഗവാന്റെ നാമം ചൊല്ലാൻ ഇയാൾക്ക് പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ നാമം ചൊല്ലാനായിട്ട് സാധിക്കാതെ വരുമ്പോ നാരദമഹർഷി ചോദിക്കും, നീ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാന്ന് ചോദിക്കും. നീ ഏറ്റവും കൂടുതൽ അപ്പൊ പറയും മര. അതായത് ഈ പക്ഷികളൊക്കെ പിടിച്ച് കൊല്ലുമ്പോ അവര് പെടഞ്ഞ് ചാവുമല്ലോ, അത് കാണുമ്പോ ഇയാൾക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. മര എന്നിട്ട് അവര് ചത്തുപോകണായി ആ ഒരു പ്രാണം പോകുന്ന വേദന കാണുമ്പോ. അപ്പൊ പറയും, ശരി, നീ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നീ അത് തന്നെ പറയാൻ പറയും. അത് പറഞ്ഞ് ഇവിടെ നിന്നോളൂ, ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നവരെ നീ ഇവിടെ അത് പറഞ്ഞ് നിൽക്കാൻ പറയും. അങ്ങനെ രത്നാകരനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് നാരദമഹർഷി പോകും. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് നാരദമഹർഷി തിരിച്ചു വരാണ് ആ വഴി. അപ്പൊ നാരദമഹർഷി തിരിച്ചു വരുമ്പോ ദൂരേന്ന് തന്നെ വളരെ ഭയങ്കര ഒരു ചൈതന്യവും നല്ലൊരു ഇങ്ങനെ ശബ്ദമൊക്കെ കേൾക്കാണ്. അപ്പൊ ഇങ്ങനെ അടുക്കും തോറും ആ ചൈതന്യം ഇങ്ങനെ വരാണ്, അടുത്തടുത്ത് നമുക്ക് വരാണ്. അങ്ങനെ അടുത്ത് വന്ന് നോക്കുമ്പോ അവിടെ വലിയൊരു ചെതൽപ്പുറ്റാണ് ആര് കാണുന്നത്? നാരദമഹർഷി കാണുന്നത്. അങ്ങനെ നാരദമഹർഷി ആ ചെതൽപ്പുറ്റ് തട്ടി നോക്കുമ്പോ പണ്ട് നിർത്തിപ്പോയ രത്നാകരനാണ് അതിൻ്റെ ഉള്ളില്. വളരെ തേജസ്സായിട്ട് നിൽക്കാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. ആ രത്നാകരൻ ആണ് പിന്നീട് ആരായിട്ട് മാറുന്നത്? ചെതൽപ്പുറ്റിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തിന്റെ പേര് വാൽമീകി മഹർഷിയായിട്ട് മാറി രാമായണം രചിച്ചത്. ഏത് ഗുണത്തിലായിരുന്നു? ഗുണത്തിലുള്ള വ്യക്തിയായിരുന്നു. ഗുരുവിന്റെ കാരുണ്യം കൊണ്ട്, ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം കൊണ്ട് എന്ത് സാധിച്ചു? സത്വഗുണത്തിലേക്ക്, വിശുദ്ധ സത്യത്തിലേക്ക് ഉയരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധിക്കും? നമുക്കും ഈ ഗുണത്തിലേക്ക് മാറാനായിട്ട് സാധിക്കും. എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഇതൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആ കാരുണ്യം ഉള്ളത് കൊണ്ടാണ് നമുക്കിപ്പോ നാമം ജപിക്കാൻ സാധിക്കുന്നതും ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. അല്ലാത്തവർക്ക് നമ്മളെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അത്രയും നമ്മൾ കടന്നിട്ടുണ്ട്. രത്നാകരന്റെ പോലെയല്ല നമ്മൾ ആരും. നമുക്ക് രത്നാകരന് ഭഗവാന്റെ നാമം പോലും ജപിക്കാൻ സാധിച്ചില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കുന്നുണ്ട്. ഭഗവാനെ കുറിച്ച് കേൾക്കാനായിട്ട് നമുക്ക് അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പൂർവ്വജന്മത്തിൽ കുറച്ച് ചെയ്തിട്ടുണ്ട് എന്നല്ല, അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ സാധിച്ചത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ മുകളിലേക്ക് വരാനായിട്ട് നമ്മൾ നോക്കണം. അതാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അടുത്ത ഭാഗം ആര് ചെയ്യുന്നത്? ഭഗവാൻ ചെയ്യുന്നത്. അല്ലാതെ ഭഗവാൻ ഒന്നും ചെയ്തിരില്ല. നമ്മൾ ചെയ്താൽ, നമ്മൾ പകുതി ചെയ്യുമ്പോഴാണ് ബാക്കി. പണ്ടത്തെ ഒരു പറയില്ല, താൻ പാതി ദൈവം പാതി എന്ന്. അത് കറക്റ്റാ. നമ്മൾ പരിശ്രമിച്ച ബാക്കി ഭഗവാൻ തരും. ഭഗവാന്റെ കാരുണ്യം നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഭഗവാൻ കാരുണ്യം നമുക്ക് തരുന്നത്. അല്ലാതെ നമ്മൾ മിണ്ടാട്ടിരുന്ന ഭഗവാനും അവിടെ മിണ്ടാതിരിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരുപേശ്ച കൃപാ